ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ സഹസ്ര കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കേന്ദ്ര നിയമം വരുന്നു. വഖഫ് ഭേദഗതി ബില്ലിന് പിന്നാലെ ക്രൈസ്തവ സഭകളുടെ വസ്തുവകകൾ കൈയടക്കാനുള്ള നിയമനിർമ്മാണത്തിന് ആഭ്യന്തര ന്യൂനപക്ഷ നിയമ മന്ത്രാലയങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചതായാണ് ഈ വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ക്രൈസ്തവ സഭാ സ്വത്ത് നിയന്ത്രണ ഭേദഗതി ബിൽ എന്നായിരിക്കും പേരെന്നും ഈ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വിവിധ സഭകൾക്ക് പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും നിർമ്മിക്കുന്നതിന് പതിച്ചു നൽകിയ ഭൂമികളുടെ നിയമപ്രകാരമുള്ള അവകാശം സ്വതന്ത്രലബ്ധിക്ക് ശേഷം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. ക്രൈസ്തവ സഭാ സ്വത്ത് നിയന്ത്രണ ഭേദഗതി ബിൽ തയ്യാറാക്കാൻ വേണ്ടി ശേഖരിച്ച സ്വത്ത് വിതരണത്തിന്റെ സ്ഥിതിവിവര കണക്കുകളാണ് RSS മുഖപത്രമായ ഓർഗനൈസർ പുറത്തുവിട്ടതെന്ന് വിവരങ്ങൾ. ദേശവ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നതിനിടെ ഓർഗനൈസർ ഒരു വഴിപാട് പോലെ ലേഖനം പിൻവലിച്ചെങ്കിലും ക്രൈസ്തവ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നിയമവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര തീരുമാനമെന്ന് ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ സർക്കാർ ഇതര ഭൂവുടമകളിൽ ഒന്നാം സ്ഥാനം കത്തോലിക്ക സഭയ്ക്കാണെന്ന കണക്കാണ് ആഭ്യന്തര മന്ത്രാലയം ഓർഗനൈസറിന് ചോർത്തിക്കൊടുത്തത്. വഖഫ് സ്വത്തുക്കളുടെ 200 മടങ്ങ് സ്വത്ത് ക്രൈസ്തവ സഭകൾക്കുണ്ടെന്നും ഈ കണക്കുകളിൽ പറയുന്നുണ്ട്. 9.04 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡിനുള്ളത്. 17.296 കോടി ഏക്കർ സ്വത്താണ് ക്രൈസ്തവ സഭക്കുള്ളതെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു. കുറഞ്ഞ അളവിൽ മാത്രമുള്ള വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ നിയമം കൊണ്ടുവന്ന കേന്ദ്രം ക്രൈസ്തവ സഭകളുടെ ഭൂമി എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ലെന്ന ചോദ്യം ഹിന്ദുത്വ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർത്തി. അതേ തുടർന്ന് അവയും പിടിച്ചെടുക്കാനാണ് നീക്കം. അതിനായാണ് ഓർഗനൈസറിൽ തന്നെ ആദ്യ വാർത്ത വരുത്തിച്ചത്. ക്രൈസ്തവ ഭൂസ്വത്തുക്കൾ വിദ്യാഭ്യാസം, ആശുപത്രി എന്നിങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് വിനിയോഗിക്കുന്നതിനാൽ കേന്ദ്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അവകാശം നൽകുന്നതാവും വരാനിരിക്കുന്ന നിയമം. 2457 ആശുപത്രികൾ, 240 മെഡിക്കൽ, നഴ്സിംഗ് കോളേജുകൾ, 1000ഓളം കോളേജുകൾ, 100ലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3765 ഹയർ സെക്കൻഡറി സ്കൂളുകൾ, 7319 പ്രൈമറി സ്കൂളുകൾ, 3157 നഴ്സറി സ്കൂളുകൾ എന്നിവയും കത്തോലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുണ്ടെന്നും ഓർഗനൈസറിന് കേന്ദ്രം ചോർത്തിക്കൊടുത്ത രേഖകളിൽ പറയുന്നുണ്ട്. അതേസമയം വഖഫ് ബോർഡിനും ക്രൈസ്തവ സഭകൾക്കും ഉള്ളതിനേക്കാൾ ഭൂമി 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദേവസ്വങ്ങൾക്ക് മാത്രമുണ്ടെന്ന കാര്യം മറച്ചുവെക്കുകയാണെന്നും കപിൽ സിബൽ വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ ചൂണ്ടിക്കാട്ടിയതിനും അമിത്ഷായ്ക്കും JP നഡ്ഡയ്ക്കും മറുപടിയില്ലായിരുന്നു. തമിഴ്നാട്ടിൽ 4.47 ലക്ഷം ഏക്കറും ആന്ധ്രയിൽ 4.65 ലക്ഷം ഹെക്ടറും അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം 10 ലക്ഷം ഏക്കർ ഭൂമിയാണ് ദേവസ്വങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത്. ഈ കണക്കുകൾക്കിടയിലാണ് കണക്കില്ലാത്ത ഭൂമി ക്രൈസ്തവരും മുസ്ലിങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് ആരോപിച്ച് അവ പിടിച്ചെടുക്കാൻ കേന്ദ്രം കച്ചമുറുക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിലൂടെ രാജ്യത്ത് കലാപസമാനമായ ഒരു അന്തരീക്ഷത്തിനാണ് കേന്ദ്രം തിരികൊളുത്തിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.